കഴിഞ്ഞാൽ പരലോകത്തേക്ക് അള്ളാഹു നിങ്ങൾക്ക് പുനർജന്മം നൽകും. അവിടം വരെയുള്ള യാത്രയാണത്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? ആഖിറമാണ്. മരണം നമ്മുടെ ഈ ബോഡി പോകുന്നുള്ളൂ, റൂഹ് അവിടെ ബാക്കിയുണ്ട്. നമ്മളെപ്പോഴും ബാക്കിയുണ്ട്, നമ്മുടെ റൂഹ് ബാക്കിയുണ്ട്. ശരീരം ചിലപ്പോൾ ഡീക്കേ ആയി പോകും, മണ്ണിലേക്ക് മണ്ണലിഞ്ഞു പോകും. പരലോകത്ത് നിങ്ങൾക്ക് അള്ളാഹു പുനർജന്മം നൽകും. അള്ളാഹു ആ ദിവസം, വിചാരണയുടെ നാള് അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹു കരുണാവാരിധിയാണ്. റജബ് മാസം വിട പറയുകയാണ്, ഷഅബാൻ പിറക്കാൻ പോവുക, റമദാൻ വരെയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങേണ്ട സമയം പടച്ചോ നമുക്ക് തന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണ് മനുഷ്യ ജീവിതം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ ജീവിതത്തെ നിർവചിച്ചുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ദീർഘചതുരം. അതിൻ്റെ നടുവിലൊരു വര വരച്ചു, നേരെ ഹൊറിസോണ്ടലായിട്ട്. ആ വരയെ കുറച്ചുകൂടെ ആ കള്ളിക്ക് പുറത്തേക്ക് വരച്ചു നബി തങ്ങൾ. ഒരു ചതുരം, ആ ചതുരത്തിന് നടുവിലൂടെ ഒരു വര, ആ വരയെ ഒന്നുകൂടെ നീട്ടി വരച്ചു. എന്നിട്ട് ആ കള്ളിൻ്റെ ഉള്ളിൽ നടുവിലെ വരയുടെ രണ്ട് സൈഡിലും കുറച്ച് വരകൾ അപ്പുറം ഇപ്പുറത്തും വരച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ടീച്ചിങ് ബൈ എക്സാമ്പിൾ എന്ന് പറയും. കുട്ടികൾക്ക് ചിലത് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കണം എന്നാണ്. സ്കൂൾ മുറ്റമായതുകൊണ്ടും ഞാനൊരു അധ്യാപകനായതുകൊണ്ടും കുട്ടികളെ പഠിപ്പിക്കേണ്ട തഅലീമിൻ്റെ ചില ഉസ്ലൂബുകളുണ്ട്, ചില രീതികളുണ്ട്. മെത്തഡോളജി ഓഫ് ദ മെസ്സഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പഠിപ്പിക്കുന്ന രീതി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. എങ്ങനെ മക്കളെ പഠിപ്പിക്കേണ്ടതെന്ന് തങ്ങൾ ഏറ്റവും വലിയ മുഅല്ലിമാണ്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഐ ഹാവ് ബീൻ സെൻഡ് ആസ് എ ടീച്ചർ. ഞാനൊരു അധ്യാപകനായിട്ടാണ് നിയമിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ റസൂലാ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മക്കൾ ഹിഫ്ള് കഴിഞ്ഞിരിക്കുന്ന മക്കളാണ്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഹിഫ്ള് എന്ന് പറഞ്ഞാൽ അടി കൊള്ളാനുള്ള പരിപാടി അങ്ങനെയില്ല. ഒരടിയും അടിക്കാതെ, ഒരടി പോലും ഒരു കുഞ്ഞിൻ്റെ ദേഹത്ത് പോലും തൊടാതെ ഒരധ്യാപകന് ആ മക്കളെ 30 ജുസ് ഹിഫ്ള് ചെയ്യിക്കാൻ പറ്റും. അത് പഠിക്കണം എങ്ങനെയാണെന്ന്. അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ കുറവാണെന്ന്. അധ്യാപകർ അടിക്കരുതെന്നാണ്. അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റും. ഞാനത് 23 കൊല്ലം പഠിപ്പിച്ചു. ഇപ്പോൾ അധ്യാപനം നിർത്തിയിട്ട് ഒന്ന് സൂപ്പർവിഷനായിട്ട് മാറിയെന്ന് മാത്രം. പക്ഷേ അധ്യാപനം വല്ലാത്തൊരു സംഭവം. പുണ്യ റസൂലിൻ്റെ പ്രൊഫഷനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ. തങ്ങൾ വരവരച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് തങ്ങളുടെ ഒരു പഠിപ്പിക്കുന്ന രീതിയാണ്. മോഡലിംഗ് എന്നാണ് അതിന് ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി, മോഡേൺ രീതിയിൽ പറയുമ്പോൾ മോഡലിംഗ്. ടീച്ചിങ്ങിനെ മോഡൽ ചെയ്തു കൊടുക്കണം കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയും. തങ്ങൾ വരവരച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ദീർഘചതുരത്തിൽ കിടക്കുന്ന റെക്റ്റാങ്കിൾ, ഈ മുറബ്ബ, ആ മുറബ്ബ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇത് മനുഷ്യനാണ്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നേർത്ത വര എന്ന് പറയുന്നത്, നടുവിലൂടെ പോകുന്ന വര മനുഷ്യൻ്റെ ആയുസ്. മനുഷ്യൻ ഈ ആയുസ്സിൽ ക്ലോസ് തീർന്നു പോകും. അതിൻ്റെ പുറത്തേക്കൊരു വര നീട്ടി വരച്ചു. ആ നടുവിലെ വരയെ ഒന്നുകിട്ട് ആ ചതുരത്തിന് പുറത്തേക്ക് വരച്ചു. ഹാദാ അമലുഹു, ഇത് മനുഷ്യൻ്റെ കൊതിയാണ്. തങ്ങൾ പറയാ, ജീവിതം 60 വയസ്സിലുള്ള ആഗ്രഹം എന്നല്ല, നമ്മളൊരു 120 വയസ്സിലേക്കൊക്കെ ആഗ്രഹിക്കുകയാണ്. അതാണ് അത്ഭുതം. 60 വയസ്സ് 70 90 നിൽക്കാനുള്ള ആഗ്രഹമൊന്നുമല്ല. നമ്മുടെ ആഗ്രഹം ആയുസ്സിൻ്റെ പുറത്തേക്കാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെറിയ കുട്ടികളോട് ചോദിക്കുക, മോനെ ഒരു വണ്ടി വാങ്ങലടാ വാപ്പാക്ക്. വാപ്പ ലംബോർഗിനി വാങ്ങിക്ക്. വാപ്പ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന മനുഷ്യനായി. ഏതെങ്കിലും ഒരു പഴയ നാനോ കാറെങ്കിലും വാങ്ങാലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ കുട്ടി പറയും ലംബോർഗിനി വാങ്ങിക്ക്. ഇനി വാപ്പക്കൊരു സ്വിഫ്റ്റ് വാങ്ങാനോ ഒരു മാരുതിയുടെ ഏതെങ്കിലും ഒരു ചെറിയ കാറ് വാങ്ങാനോ വകുപ്പുള്ള ആളാണ്. ആ വാപ്പയോട് മകൻ പറയും, വാപ്പ നമ്മൾ നോക്കുക, ഒരു റോൾസ് റോയ്സൊക്കെ കിട്ടാണ്ടല്ലോ ഇപ്പോൾ, ബോംബെയിൽ നിന്നൊക്കെ ഇറക്കാൻ പറ്റുമല്ലോ. കുട്ടി ആഗ്രഹിക്കുന്നത് ആയുസ്സിൻ്റെയും ഒരുപാട് കപ്പാസിറ്റിയുടെയും ഒരുപാട് പുറത്തേക്കാണ്. വാപ്പക്ക് പറയാൻ പറ്റില്ല, പൊന്നാര മോനെ ഇതൊന്ന് ഓടിക്കാൻ, പെട്രോൾ അടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മക്കളുടെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ചോദിക്കാറില്ല മക്കളോട്. അവർക്ക് നമ്മൾ ഇന്നോവയൊന്നും പിടിക്കൂല. അവർക്ക് വേണ്ടത് മസ്റ്റാങ്, ചാർജർ, ഡിഫൻഡർ, അങ്ങനെ വലിയ വലിയ വണ്ടികൾ വേണം.
എന്തേ? മനുഷ്യൻ അങ്ങനെയാണ്. അത് കുട്ടികളെ കുറ്റം പറയല്ല, മനുഷ്യ പ്രകൃതം അങ്ങനെയാണ്. കുട്ടികളത് ശരിക്കും പറഞ്ഞു തരാണ്. മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തേക്കും മനുഷ്യൻ്റെ കപ്പാസിറ്റിക്ക് പുറത്തേക്കുമാണ് മനുഷ്യൻ്റെ അമൽ, മനുഷ്യൻ്റെ ഹോപ്സ് ആൻഡ് ഡ്രീംസ് ആൻഡ് ഡിസയേഴ്സ് ആൻഡ് കപ്രീസസ്, നമ്മുടെ ആഗ്രഹങ്ങൾ പോകുന്നത് ആയുസ്സിൻ്റെയും ഒരുപാട് പുറത്തേക്കാണ്. നബി തങ്ങൾ പറഞ്ഞു, ഈ ആയുസ്സിൻ്റെ സൈഡിൽ കുറേ വരകൾ ഞാൻ വരച്ചല്ലോ, ഈ വരകൾ എന്ന് പറയുന്നത് ഹാദിഹി അഅറാദ്, മരണത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യൻ്റെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഈ സൈഡിലൂടെ ഉള്ളത്. ഏതെങ്കിലും ഒരു സൈഡിലെ പ്രശ്നത്തെ അവോയ്ഡ് ചെയ്ത് ഇപ്പുറത്ത് നിന്നാൽ ഇവിടെ നിന്ന് വേറെ പ്രശ്നം വരും. നാട്ടുകാരിടയിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നൊരു മനുഷ്യൻ പുരയിൽ ഒരു സ്വൈരം കൊടുക്കാത്ത വീട്ടുകാരായിരിക്കും, അവിടെ പ്രശ്നമാവും. പുരയിലൊക്കെ ഒരു വിധമൊക്കെ ഒപ്പിച്ച് പോന്നു കഴിഞ്ഞാൽ നാട്ടുകാരടിയിൽ 5 കാശിന് വിലയില്ലാത്തൊരവസ്ഥ നാട്ടുകാരെടുത്ത് വരുന്നു. ഇവിടൊക്കെ ഒന്ന് ലെവലാക്കി ചെന്നാൽ പിന്നെ പഠിക്കുന്നിടത്ത് ചെന്നാൽ പ്രശ്നം, പഠിപ്പിക്കുന്നിടത്ത് പ്രശ്നം, ജോലി സ്ഥലത്ത് പ്രശ്നം, ഇങ്ങനെ സാമ്പത്തിക പ്രശ്നം, അസുഖം, ഇങ്ങനെ മനുഷ്യന് ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് മനുഷ്യനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആയുസ്സിലെത്തിയിട്ട് മനുഷ്യൻ ജീവൻ അവസാനിക്കുമ്പോഴും ഒരുപാട് ആഗ്രഹങ്ങൾ അവിടെ ബാക്കിയായി കിടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കുറ്റം പറയില്ല, നമ്മളൊക്കെ ആയുസ്സിലേക്ക് നീങ്ങുമ്പോൾ നമുക്കും പ്രായമാകും. ഒരു 70-80 വയസ്സുള്ളൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, മോനെ നമുക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് എടുക്കണ്ടേ? വാപ്പാക്ക് തറക്കല്ലിടാനുള്ള ആയുസ് വരെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ വാപ്പയുടെ ആഗ്രഹം ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് ഞാൻ നോക്കിക്കോളാം മോനെ, വാടക വാങ്ങാൻ വാപ്പ അവിടെ ഉണ്ടല്ലോ. ആരെയും പറയണത് 80 കഴിഞ്ഞ് വാപ്പയെ പറയണത്? വാപ്പക്ക് തോന്നണില്ല എനിക്ക് പോകേണ്ട സമയം, എൻ്റെ റസൂല് പറഞ്ഞ 60-70 കഴിഞ്ഞും ഒരു 10 വീണ്ടും എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്, 80ആയി. ഇനി മേലെ പോയ ഒരു 85-90ൻ്റെ ഉള്ളിൽ സംഗതി അത്രയല്ലേ കിട്ടൂ, ലൈഫ് എക്സ്പെക്റ്റൻസി അത്രയേ ഉള്ളൂ. എന്നാലും വാപ്പ ആഗ്രഹിക്കുന്ന ഒരു 30 കൊല്ലത്തേക്കെങ്കിലും വാപ്പന് ജീവിക്കാൻ കരുത്തുണ്ട് എന്ന രീതിയിൽ മുതൽ വാങ്ങണ്ടേ, അത് വാരിക്കൂട്ടണ്ടേ എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. ആ നേരം കുറച്ച് ഖുർആനും കുറച്ച് ദിക്റും കുറച്ച് ഇടപാടുകളൊക്കെ ഒന്ന് തീർത്ത് പൊരുത്തപ്പിടിക്കുന്നവരെ പൊരുത്തപ്പിടിച്ച് ഒരു ഉംറയോ ഒരു ഹജ്ജൊക്കെ ചെയ്ത് അവർ വലിയ യാത്രയ്ക്ക് വേണ്ടി റെഡിയായി നിൽക്കേണ്ട സമയത്ത് പോലും മനുഷ്യൻ സമ്പത്തിനെക്കുറിച്ച് ആലോചിക്കുന്ന അവസ്ഥ വരും. ഇല്ലാ മൻ റഹിമ റബ്ബി, പടച്ചതമ്പുരാൻ്റെ വലിയ കാരുണ്യം ലഭിച്ചവരൊഴികെ അവരെ പണിക്കൊന്നും നിൽക്കുമല്ല. അത് ഞാൻ മോനെ വാപ്പാൻ്റെ കഴിഞ്ഞടാ, നീ എന്താ ചായ്ക്കോ, വാപ്പാനതിനെ നോക്കേണ്ട, വാപ്പനെ ഒരുങ്ങുകയാണ്. ഇത് ചിന്ത വരുന്ന ആളുകൾ വളരെ കുറവാണ്. ഇതെന്താ, മനുഷ്യൻ ഇങ്ങനെയാണ്. ഈ ജീവിതത്തെയാണ് നമ്മൾ കരുപ്പിടിപ്പിച്ചെടുക്കേണ്ടത്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഈ ദീൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ കണ്ണു തുറക്കണം. ഈ രാത്രി, ചില ആളുകൾക്ക് രാത്രിയാകുമ്പോൾ നമുക്കൊന്ന് മുങ്ങിയാലോ? ചില ആളുകൾക്ക് പടച്ചവനെ രാത്രി എനിക്ക് ഖബറിനെ ഓർമ്മ വരുന്നു. ഇത് രണ്ടും മനുഷ്യരിലുള്ള അവസ്ഥയാണ് അല്ലേ? രാത്രികാലങ്ങളിൽ നമ്മുടെ കോഴിക്കോട് ബീച്ചടക്കം നമ്മുടെ ടൗണുകളൊക്കെ സജീവമാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിയാണ് കച്ചവടം. ഞാൻ പറഞ്ഞിട്ട് ഒരു കച്ചവടം മുടക്കല്ല. പൊന്നു സഹോദരങ്ങളെ, മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ തിന്നണത് തടിക്ക് കേടാണ്. ഇഷ കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പാടില്ല എന്നാണ് ശറഇൻ്റെ നിയമം. നിയമം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിന് ഹാനിക, അത് പ്രകൃതി വിരുദ്ധമാണ്. രാത്രി ടർഫിലൊക്കെ കളിച്ചിട്ട് പൊറോട്ടയും ബീഫ് അടിച്ചിട്ടാണ് പോയി കിടന്നുറങ്ങണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് കാര്യം ഉണ്ടായി? ആ കാലറിയൊക്കെ ബേൺ ചെയ്തിട്ട് കുറേ കാർബോഹൈഡ്രേറ്റ്സും അതും ഇതും അടിച്ച് കയറ്റിയിട്ട് പോയി സുബഹില്ലാണ്ട് കിടന്നുറങ്ങുക. ഇത്രമേൽ അശാസ്ത്രീയമായ അനാരോഗ്യപരമായൊരു ജീവിതം നമ്മുടെ സമൂഹത്തിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്നത് ഒരു സത്യമാണ്. അത് കോഴിക്കോട് മലപ്പുറം ജില്ലകൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. രാത്രി സമയങ്ങളിൽ കടകമ്പോളങ്ങളിലെ തിരക്ക് കാണുമ്പോൾ വിശക്കുന്നതും പോയി കഴിക്കണ്ട, അതിനെക്കുറിച്ചല്ല പറയണത്. കച്ചവടക്കാരെ കച്ചവടം മുടക്കാൻ വേണ്ടിയും പറയല്ല. ദയവ് ചെയ്തിട്ട് അവനാൻ്റെ തടി അവനാ നോക്കിക്കോ, അത്രേ പറയാൻ പറ്റുള്ളൂ. രാത്രി എന്ന് പറയുന്നത് ദൃഷ്ടാന്തമായി തോന്നുന്ന ആളുകളുണ്ട്. ഈ രാത്രി തന്നെ മനുഷ്യൻ എന്തെങ്കിലും തിന്മകൾ ചെയ്യാൻ മറയായി രാത്രി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് രാത്രിയെ തിന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും മനുഷ്യരിൽ നോക്കണം. ഒരു സാധനം, ഈ രാത്രി എന്ന ദൃഷ്ടാന്തമാണ്. ഖുർആൻ പറയും രാത്രി എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെ അള്ളാഹു കറക്കുമ്പോൾ സൂര്യന് ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ ഭൂമിയുടെ അതർ സൈഡ് ഡാർക്കായി പോവാണ്. അതാണ് നമ്മുടെ ഇരുട്ട്. ഇപ്പുറത്തെ സൈഡ് വെളിച്ചമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജാ وجعل فيها سراجا
وقمرا منيرا وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. ഇതൊരു മനോഹരമാണ് സൂറത്തുൽ ഫുർഖാൻ. തബാറക്കല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്, ബറക്കത്തുടയവനാണ്. അല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജാ, ആകാശലോകങ്ങളിൽ നക്ഷത്രങ്ങൾക്ക് സഞ്ചരിക്കാൻ വഴികളുണ്ടാക്കി കൊടുത്തവനാണ് അല്ലാഹു. ഫ്ലൈറ്റുകൾക്ക് പോകാൻ വഴിയുണ്ട്. നമ്മൾ കണ്ണൂർ എയർപോർട്ട് ഇവിടെ അല്ലേ, ആ ഫ്ലൈറ്റിന് ഇങ്ങനെ വന്ന് ഇറങ്ങിയാൽ പോലെ, അറബിക്കടൽ ഇവിടെ അല്ലേ, പക്ഷെ അവർ വരുന്നത് ഗോവൻ്റെ മുകളിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരും. എന്തേ? അവർക്ക് യാത്ര ചെയ്യാൻ ഒരു റൂട്ട് റഡാർ സംവിധാനം വഴി അതിലേ പോകാവൂ, ഇപ്പുറത്ത് പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ ആ പൈലറ്റിന് ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ട് നീ ചെയ്തു എന്ന്. സേഫ്റ്റിക്ക് ബ്രീച്ചാണെന്നാ പറയാം, അത് സുരക്ഷയെ ബാധിക്കും. ആകാശത്ത് മനുഷ്യൻ വര വരച്ചിട്ടുണ്ട്, കാണാത്ത വര. അള്ളാഹു നക്ഷത്രങ്ങൾക്ക് സഞ്ചരിക്കാൻ വഴിവെച്ചു. എത്ര നക്ഷത്രങ്ങൾ എന്നാ പറഞ്ഞത്? ഭൂമിയിൽ എത്രത്തോളം മണൽത്തരികളുണ്ടോ, കോടാനുകോടി, എത്ര കോടി എന്നാ പറയാം മണൽത്തരികൾ, എത്രയായിരം ബീച്ചുകൾ, എത്രയായിരം മരുഭൂമികൾ. ഈ മരുഭൂമികളിലും ബീച്ചുകളിലും കിടക്കുന്ന എല്ലാ ഓരോ മണൽത്തരിയുടെ എണ്ണത്തിനും ആകാശത്ത് നക്ഷത്രങ്ങളുണ്ടെന്ന. സൂര്യൻ എന്ന് പറയുന്ന ഒരൊറ്റ നക്ഷത്രം ഭൂമിയുടെ 1,00,000-ലേറെ ഭൂമിയെ, ചിലർ പറയും അതിലും കൂടുതൽ, അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാലും സൂര്യൻ്റെ ഉള്ളിൽ സ്ഥലം ബാക്കിയാണെന്ന്. അതാ ഒരു നക്ഷത്രം. ഇങ്ങനെ മണലിൻ്റെ എണ്ണത്തിന് നക്ഷത്രങ്ങൾ എന്താണ് അള്ളാൻ്റെ. അപ്പം നമ്മൾ ഈ 5 സെൻറ്റിനും 2 സെൻറ്റിനും തിരക്കി മതിലിങ്ങോട്ട് കുത്തി ഒരു മനുഷ്യൻ നടക്കാൻ വഴി കൊടുക്കാതെ, ഒരു വണ്ടി പോകാൻ അസൂയ കൊണ്ട് സമ്മതിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ അള്ളാൻ്റെ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം എത്രയാണ്? അവിടെ നമ്മൾ ഇവിടെ കിടന്നിങ്ങ് തിരക്കണത്. അള്ളാഹു പറയാ, ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശ ലോകങ്ങളോളം വിശാലമായ ഒരു സ്വർഗം നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ തരാൻ പോവാ. ഓരോരുത്തർക്കും അത്ര വിശാലമാണ് സ്വർഗം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക. അതിനൊരുങ്ങണമെങ്കിൽ അയൽപക്കക്കാരനോട് ദയാവായ്പ കാണിക്കണം, അയൽപക്കക്കാരനോട് കുശുമ്പ് കാണിക്കരുത്. അവൻ നല്ല വീട് വെച്ചിട്ട് എന്താ കുഴപ്പം, അള്ള കൊടുത്തു, മാഷാ അല്ലാഹു തബാറക റഹ്മാൻ. അപ്പം അങ്ങോട്ട് മതിലങ്ങോട്ട് കൂർപ്പിച്ചിട്ട് അവിടെ അവൻ്റെ വണ്ടിൻ്റെ മോനങ്ങോട്ട് ഒടിയണം, പെയിൻ്റ് അങ്ങോട്ട് പോകട്ടെ, അങ്ങോട്ട് പോകണ്ട, സൂഹിക്കണ്ട. ഇതൊന്നൊരു മുഅ്മിനായ മനുഷ്യൻ്റെ കൽബിൽ വരൂലട്ടോ. അടിയന്തരമായിട്ട് ഈമാൻ ഒന്ന് പരിശോധിക്കാൻ തൊട്ടടുത്തുള്ള ലാബിൽ പോയി പരിശോധിക്കണമെന്നാ. ആ ലബോറട്ടറിയാണ് ഈ റജബും ഷഅബാനും റമദാനും ഒക്കെ. എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്? നമ്മുടെ സഹോദരനൊരു നന്മ കിട്ടുമ്പോൾ ആ നന്മയിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ, അല്ല കുശുമ്പ് കാണിക്കാൻ തോന്നുന്നുണ്ടോ? നമ്മൾ സന്തോഷിക്കണമെന്നാ. അള്ളാഹു ഖൈർ. ആ മക്കളൊക്കെ നന്നായില്ലേ, അവരൊക്കെ അധ്വാനിച്ച് കച്ചവടം ചെയ്ത് മാഷാ അള്ളാഹ് നല്ല റാഹത്തിൽ ജീവിക്കുന്നില്ലേ, അവരെ കമ്മിറ്റിക്കാരെ നോക്കണ്ടല്ലോ, പഞ്ചായത്ത് നോക്കണ്ടല്ലോ, മഹൽ അവർ രക്ഷപ്പെട്ടില്ലേ, അൽഹംദുലില്ലാ. ഇത് പറയേണ്ടതെന്ന് പറയാൻ അവർക്ക് വല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടാവട്ടെ എന്ന് അങ്ങനെ ആലോചിക്കാൻ പാടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ലോകം വളരെ വിശാലമാണ്. ഓരോ നക്ഷത്രത്തിനും സഞ്ചരിക്കാൻ വഴിവെച്ചിട്ടുണ്ട്. എത്ര നക്ഷത്രം? 400 ബില്യൺ നക്ഷത്രങ്ങൾ നമ്മുടെ മിൽക്കി വേയിൽ, ക്ഷീരപഥത്തിൽ മാത്രം. അങ്ങനത്തെ 200 ട്രില്യൺ താരസമൂഹങ്ങൾ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഈ ലോകത്തിൻ്റെ വലുപ്പം പടച്ചോനെ. അതിൽ നമ്മളൊക്കെ വളരെ ഇൻസിഗ്നിഫിക്കൻറ്റ്, ഒന്നിനും ഒരു കടകുമണിൻ്റെ അത്ര പോലും നമുക്ക് പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിക്ക് സ്ഥാനമില്ല എന്നാണ്. അത്ര ചെറുതാണ് നമ്മളൊക്കെ അഹങ്കാരം എത്രയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, അള്ളാഹിൻ്റെ പടപ്പുകളിൽ ഇത്രമേൽ ഇൻ്റലിജൻ്റായ ഒരു സൃഷ്ടിയെ അള്ളാഹ് പടച്ചിട്ടില്ല എന്നാ. മലക്കുകളുടെ സ്വഭാവം കൊടുത്തു, മൃഗങ്ങളുടെ സ്വഭാവം കൊടുത്തു, വികാരവും കൊടുത്തു, ചിന്തയും കൊടുത്തു. എന്നിട്ട് അള്ളാഹ് പരീക്ഷിച്ചു, നിങ്ങൾ എങ്ങനെയാ, വികാരത്തിനടിമപ്പെടുന്നുണ്ടോ, വിവേകമനുസരിച്ച് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا. ആകാശലോകത്ത് നിങ്ങൾക്കൊരു സൂര്യനെയും അതുപോലെ ഒരു ചന്ദ്രനെയും വെച്ചു തന്ന അല്ലാഹു പരിശുദ്ധനാണ്. എന്നിട്ട് പറയാൻ, മനുഷ്യന് നന്മയിലേക്ക് ഓടി വരാൻ അവസരം നൽകിക്കൊണ്ട് രാവിനെയും പകലിനെയും സൃഷ്ടിച്ചതാണ് അല്ലാഹു. രാവിലെ ജോലിക്ക് പോയതാണ്, തിരക്കായിരുന്നു, കല്യാണവും സൽക്കാരമൊക്കെ ആയിട്ട് ആകെ ബിസിയാ.
നിസ്കാരം നടന്നിട്ടില്ല, സുന്നത്ത് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും കാര്യമായൊരു ദിക്റോ ഒന്നും ചൊല്ലാൻ ഖുർആൻ ഓതാൻ പറ്റിയില്ല. അപ്പം രാത്രിയിൽ വീണ്ടെടുക്കുക. രാത്രി കല്യാണം കൊണ്ട് ബിസി ആയിരുന്നു, അപ്പോൾ പിന്നെ പകലിൽ അത് വീണ്ടെടുക്കുക. ഇതിനാ രാവും പകലും തന്നതെന്ന് പടച്ചവൻ പറയുമ്പോൾ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ, അള്ളാഹുവിന് ശുക്ർ ചെയ്യണം, നന്ദി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനും പടച്ചവനെ ഓർക്കാൻ ആഗ്രഹിക്കുന്നവനും അവസരമായിട്ടാണ് രാത്രിയും പകലും തന്നത്. നോക്കണം, ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. അല്ലാത്തവരെന്ത് വിചാരിക്കും? കുരുത്തക്കേട് ചെയ്യാനുള്ള സമയമായിട്ട് ഈ രാവിനെ തന്നെ അവർ കാണുന്നത് അങ്ങനെയാണ്, മുഅ്മിനീങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇതുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നത് വലിയൊരു ടെംപ്റ്റേഷൻ്റെ ഉള്ളിലാണ്. എന്ന് പറഞ്ഞാൽ പലതും നമ്മളെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടൊരു വഴിയിലേക്ക് ഇങ്ങനെ ഓടുകയാണ്. നമ്മളും നമ്മുടെ ദീനും മറ്റൊരു വഴിയിലാണ് പോവേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് വിഷയം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആകാശത്തേക്ക് നോക്കുന്നു. ആകാശത്ത് ഉദിച്ചുയർന്ന ചന്ദ്രക്കലയെ നോക്കി മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലാൻ പറഞ്ഞിരുന്ന ദുആകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞു. ചന്ദ്രൻ പിറക്കുമ്പോൾ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാം ഹിലാല റുഷ്ദിൻ വ ഖൈർ. ആകാശത്ത് ചന്ദ്രപ്പിറവി കാണുമ്പോഴേ അല്ലാഹുവേ സമാധാനത്തിൻ്റെ, രക്ഷയുടെ, ഈമാനിൻ്റെ, ഹിലാല റുഷ്ദിൻ വിവേകത്തിൻ്റെ ഒരു മാസമാക്കി തരണേ പടച്ചവനെ. ഇത് നബി തങ്ങൾ ദുആക്കാൻ പറഞ്ഞു. അസ്അലുക ഖൈറ ഹാദ ശഹ്രി വഖൈറ മാ ഫീഹി വഖൈറ മാ ബഅദ. ഈ മാസത്തിൻ്റെ എല്ലാ ഖൈറും നൽകണേ, ആ മാസത്തിൻ്റെ നന്മ നൽകണേ, അതിൻ്റെ ഷർറുകളിൽ നിന്ന് കാക്കണേ എന്നൊക്കെ പഠിപ്പിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാ. അലി റളിയല്ലാഹു അൻഹു ആകാശത്തേക്ക് നോക്കിയിട്ട് പറയും, അയ്യുഹൽ ഖൽഖുൽ മുതറദ്ദിദു ഫീ മനാസിലിത് തഖ്ദീർ. പടച്ചതമ്പുരാൻ നിർണയിച്ച ആകാശഗംഗകളിലൂടെ യാത്ര ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ. ചന്ദ്രനെ നോക്കി പറയാണ് മനാസിലുത് തഖ്ദീർ, പടച്ചതമ്പുരാൻ വരച്ചു വെച്ച വഴികളിലൂടെ നടക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ. വൽമുതസർരിഫു ഫീ ഫലകിത് തദ്ബീർ, പടച്ചതമ്പുരാന്റെ കൃത്യമായ നേർരേഖയിലൂടെ പോകാൻ പടച്ചവൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള പടച്ചവന്റെ സൃഷ്ടിയെ, ചന്ദ്രനെ. ആമൻതു ബിമൻ നവ്വറ ബികൽ ളുലം, ചന്ദ്രനെ ആരാണോ നിനക്ക് പ്രകാശം നൽകിയിട്ട് ഭൂമിയിലെ ഇരുട്ടിനെ പ്രകാശമാക്കി തന്നത്, ആ പടച്ചവനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നോക്കണേ, ഇതാ മുഅ്മിൻ. മുഅ്മിൻ ഇങ്ങനെയാ ചെയ്യുക. നമുക്കൊരു സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആ സമ്മാനം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണോ? ആ സമ്മാനം കൊണ്ടുവന്ന ആളോട് നന്ദി പറയാണോ ചെയ്യുക? കൊണ്ടുവന്ന ആളോടല്ലേ നന്ദി പറയേണ്ടത്. മുഅ്മിനീങ്ങൾ അങ്ങനെ. അല്ലാത്തവർ ഭയങ്കര സംഭവാട്ടോ, ഭയങ്കര സമ്മാന, കൊണ്ടുവന്ന ആളെ ഓർക്കുന്നു പോലുമില്ല. അതാണൊരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് മഹാന്മാർ പഠിപ്പിക്കും. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ചന്ദ്രനെ ആരാണോ നിനക്ക് പ്രഭ തന്നുകൊണ്ട് ഇരുളിനെ പ്രകാശമാക്കി തരുന്നത്, ആ പടച്ചവനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വഅസ്ഫറ ബികൽ ബുഹും, അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്നു നീ കാരണം, ആ റബ്ബിനെ ഞാൻ വിശ്വസിച്ചു. വജഅലക ആയതൻ മിൻ ആയാതി വഹ്ദാനിയതിഹി. സയൻസും ടെക്നോളജിയും ഐടിയും AI ഒക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോഴും പടച്ചോനുള്ളിൽ തെളിവെന്താ ചോദിക്കുന്ന മനുഷ്യൻ ഇത് കേൾക്കണം. ചന്ദ്രനെ നോക്കിയിട്ട് പറയുന്നു, വജഅലക ആയതൻ മിൻ ആയാതി വഹ്ദാനിയതിഹി, ഒരേ ഒരുത്തനായി, ഏകനായി, വഹദായി, അഹദായി, സ്വമദായി, ലം യലിദ് വലം യൂലദായി ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നു എന്ന റബ്ബേ നിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണല്ലോ ഈ ചന്ദ്രൻ. വഅലാമതൻ മിൻ അലാമാതി സുൽത്താനിഹി, പടച്ചവനെ നിന്റെ അധികാരത്തിൻ്റെ അടയാളമാണല്ലോ ഈ ചന്ദ്രഗോളം. വംതഹനക ബിസ്സിയാദതി വന്നുഖ്സാൻ, ചെറുതാവുകയും വലുതാവുകയും പൂർണ്ണരൂപത്തിലെത്തുകയും മാഞ്ഞു നേർ രേഖയായി മാറുകയും ചെയ്യുന്ന പോലെ നിന്റെ ചലനങ്ങളെ ക്രമീകരിച്ച പടച്ചവൻ എത്ര വലിയവനാണ്. വത്തുലൂഇ വൽ ഉഫൂൽ, ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുവല്ലോ നീ. വൽ ഇനാറതി വൽ കുസൂഫ്, ചന്ദ്രഗ്രഹണം നടക്കുന്നു, പ്രകാശം ചൊരിയുന്നു, ഇതെല്ലാം നടത്തുന്ന പടച്ചതമ്പുരാൻ. ഫീ കുല്ലി ദാലിക അൻത ലഹു മുതീഅ്, ഇതെല്ലാം പടച്ചതമ്പുരാൻ നിന്നിലൂടെ നിവർത്തിക്കുമ്പോൾ
ചന്ദ്രഗോളമേ നീ പടച്ചവനെ അനുസരിക്കുകയാണല്ലോ. വഇല അംരിഹി സരീഅ ഫസുബ്ഹാനല്ലദീ ഖലഖക വഖലഖനി വഖദ്ദറകൽ മനാസിൽ. അതുകൊണ്ട് എൻ്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധനാണ്. എന്നെ പടച്ചവൻ, നിന്നെ പടച്ചവൻ, നിനക്കും എനിക്കും നടക്കാനുള്ള രേഖകൾ നിർണയിച്ചു തന്നവൻ. ഒരു ചന്ദ്രഗോളം കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ ഇങ്ങനെയാണ്. അപ്പോഴാണ് നമ്മുടെ ഈമാൻ കൂടുതൽ കൂടുതൽ രൂഢമൂലമാകും. തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് അല്ലാഹു വെച്ച് തന്നിരിക്കുകയാണ് ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ. وجعلنا الليل والنهار آيتين فمحونا آية الليل وجعلنا آية النهار مبصرة وجعلنا الليل والنهار آيتين. പകലിനെയും രാത്രിയെയും രണ്ട് ദൃഷ്ടാന്തമായി ഞാൻ നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. പകലും രാത്രിയും. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് അത്ഭുതം. ഭൂമിയുടെ കറക്കം, ഡിസ്റ്റൻസ്, സൂര്യൻ്റെ കറക്കം, ചന്ദ്രൻ്റെ കറക്കം, ഇത് മൂന്നും അള്ളാഹു വെച്ച സംവിധാനത്തിൽ ഒരുപോലെ നീങ്ങുമ്പോഴാ. ഇതാണ് പടച്ച തമ്പുരാൻ്റെ അസ്തിത്വത്തിൻ്റെ അടയാളം. ഇത് വെറുതെ പൊട്ടിത്തെറിച്ചതാണെങ്കിൽ ആ ചിതലുകൾ പറക്കണ പോലെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെയല്ലല്ലോ. 200 കൊല്ലം കഴിഞ്ഞാൽ വരാൻ പോകുന്ന, ഇനിയിപ്പോൾ 2026, ഒരു 4026, 2000 കൊല്ലം ഇനിയും കഴിഞ്ഞ് 4026 ജനുവരി 18 മഗ്‌രിബ് നിസ്കാരം എപ്പോഴായിരിക്കുന്നു ഇപ്പോൾ നമുക്ക് കണക്ക് വെച്ചുകൊണ്ട് പറയാൻ കഴിയും. എന്തേ കാരണം എന്നറിയോ? അത് കറക്കുന്നത് അല്ലാഹുവാണ്. ഇങ്ങനെ ഒരു കൃത്യമായ സ്ട്രക്ചർ പ്രപഞ്ചത്തിനുണ്ടെങ്കിൽ ഇത് ഒരാൾ സ്ട്രക്ചർ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം? അതാണ് അല്ലാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും കച്ചവടത്തിൻ്റെ നിയമവും ത്വലാഖിൻ്റെ നിയമവും അനന്തരാവകാശ നിയമവും ഇതൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ 13 കൊല്ലം അള്ളാഹു എടുത്തു. 13 കൊല്ലം അള്ളാഹു ആരാണ്, റസൂൽ ആരാണെന്ന് മനസ്സിലാക്കി തരാൻ. മക്കയിലെ 13 കൊല്ലം മുഅ്മിനീങ്ങൾക്ക് നിസ്കാരം നിർബന്ധമായില്ല. ആദ്യത്തെ 13 കൊല്ലം നോമ്പ് നിർബന്ധമായില്ല മുഅ്മിനീങ്ങൾക്ക്. ആദ്യത്തെ 13 കൊല്ലം ഹജ്ജും ഉംറയും നിർബന്ധമായില്ല. ആദ്യത്തെ 13 കൊല്ലം മദ്യപാനം നിരോധിച്ചില്ല. ഇതൊക്കെ നടക്കുന്നത് ഈമാൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ ശേഷമാണ്. വിശ്വാസം നമ്മുടെ ഖൽബിൽ രൂഢമൂലമായി. സ്വഹാബികൾ പറയാം, 13 കൊല്ലം ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നത് ഈമാനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇസ്ലാം കാര്യം തുടങ്ങുന്നത്. നിസ്കാരം നോമ്പും തുടങ്ങുന്നത് മദീന കാലഘട്ടം മുതലാണ്. അടുത്ത 10 വർഷം. ആദ്യത്തെ 13 കൊല്ലം ഈമാൻ മാത്രമാണ് വിഷയം. ചർച്ച അള്ളാഹുവിനെ കുറിച്ചാണ്. ആരാണ് പടച്ച തമ്പുരാൻ? അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കിയാലല്ലേ ആ പടച്ച തമ്പുരാനോട് വിധേയത്വമുണ്ടാവുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. പ്രപഞ്ചത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും നാളെ പരലോകത്തിൻ്റെ ഗൗരവം നിങ്ങളെ ബോധിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഇറക്കിത്തരുന്നത്. പരലോകത്തിൻ്റെ ഗൗരവം പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ്. അള്ളാഹു പേടിപ്പിച്ചിട്ടുണ്ട്. എന്തിന്? മനുഷ്യൻ അങ്ങനെ, അത് മനുഷ്യൻ്റെ ചിന്തകളെ സ്വാധീനിക്കാൻ ഒരു മാർഗമാണ്. വെറും സന്തോഷം മാത്രമല്ല, പേടിപ്പിക്കലും വേണം. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു ചെറിയ കുഞ്ഞുണ്ടെങ്കിൽ, ഒരു പിഞ്ചു പൈതല്, ഇഴഞ്ഞു നടക്കുന്നൊരു കുഞ്ഞുണ്ടെങ്കിൽ, 2 പല്ല് മുളച്ചൊരു കുഞ്ഞുണ്ടെങ്കിൽ, തൊണ്ണുകാട്ടി ചിരിക്കുന്ന ഒരു പിഞ്ചു പൈതലുണ്ടെങ്കിൽ, ആ പൈതലിൻ്റെ നോട്ടവും ഇരുത്തവും ചിരിയും ഉറക്കവും ഇതൊക്കെ ദൃഷ്ടാന്തമാണ്. എങ്ങനെയാണ് ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ സ്വഭാവവും കുഞ്ഞിൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടും പ്രകടിപ്പിക്കുന്നത്? കൊച്ചുനാളിൽ ഒരു കുഞ്ഞിനെ കണ്ടാൽ പടച്ചോനെ ഓർമ്മ വരണമെന്നാണ്. എല്ലാം നമ്മുടെ വീടിൻ്റെ മൂലയിൽ കഴിയുന്ന ഒരു പൂച്ചയോ കോഴിയോ എന്തോ ആവട്ടെ, എല്ലാ ഓരോ ജീവിയും ദൃഷ്ടാന്തമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറബികളിലെ ഏറ്റവും വലിയ ബുദ്ധിമാനിയായ ദാഹിയത്തുൻ മിൻ ദവാഹിൽ അറബ്, അറബികളിലെ ബുദ്ധിരാക്ഷസൻ എന്ന് പറയുന്നൊരു സ്വഹാബിയുണ്ട്. അവരാണ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ഹുദൈബിയ സന്ധി നടക്കുമ്പോഴാണ്. ഹുദൈബിയ സന്ധി നടക്കുന്നതോ ഹിജ്റ 6-ാം വർഷമാണ്.
മദീനത്ത് ചെന്ന് 6ാമത്തെ കൊല്ലം. അപ്പോൾ 13 കൊല്ലം മക്കയിൽ കഴിഞ്ഞു, മദീനയിൽ ഒരു 6 കൊല്ലം. അപ്പോൾ 13 6 19 കൊല്ലം, 23 കൊല്ലമായ ഹബീബിൻ്റെ ദഅവത്ത്. 19 കൊല്ലം ഈ ബുദ്ധിമാനിയായ അംർ ഇബ്നുൽ ആസ് എന്നവർ കലിമ ചൊല്ലാൻ തയ്യാറായില്ല. അപ്പോൾ ഉമർ തങ്ങൾ കുറേ കാലം കഴിഞ്ഞു. അംർ ഇബ്നുൽ ആസ് എന്നവർ ആഫ്രിക്കയിലേക്ക് പോയി, ഈജിപ്തിലേക്ക് പോയി. കെയ്റോവിലെ ഫുസ്താത്ത് നഗരത്തിൽ മഹാൻ സ്ഥാപിച്ച ആദ്യത്തെ മസ്ജിദുണ്ട് അവിടെ, മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഇപ്പോഴുണ്ട് അവിടെ. അത് പുതുക്കി പണിത് ഉഷാറാക്കി നല്ല മനോഹരമായ പള്ളിയാണ്. ഇമാം ഷാഫി തങ്ങളൊക്കെ ദർസ് നടത്തിയിരുന്ന സ്ഥലമൊക്കെ ഇപ്പോഴും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു സാരിയ ഒരു പള്ളിയുടെ ഒരു മസ്ജിദിൽ ഒരു തൂണുണ്ട്. ആ തൂണിൻ്റെ അടുത്ത് ഒരു മുറബ്ബ ഉണ്ടാക്കി. ഇവിടെയാണ് ഇമാം ഷാഫി തങ്ങൾ ഇരുന്ന് ദർസ് നടത്തിയിരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അംർ ഇബ്നുൽ ആസ് എന്നവർ ഒക്കെ കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണം നടത്തുമ്പോൾ ഉമർ തങ്ങൾ വല്ലാത്ത സംഭവമാണ്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നു, റബ്ബേ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം മാത്രം, ഉമർ തങ്ങൾ ഇടപെട്ട ചില വിഷയങ്ങളൊക്കെ അത് മാത്രം എത്രയോ നമ്മൾ വഅദ് പറഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം കൂടെ അങ്ങ് ആലോചിക്കുമ്പോൾ ആരായിരുന്നു ഈ മഹാനായ ഉമർ എന്നവർ? എത്ര സംഭവങ്ങളിൽ ഉമർ തങ്ങൾ ഇടപെട്ടു എന്നാണ് അത്ഭുതം തോന്നിപ്പോകും. ഇന്ന മിൻ ഉമ്മത്തി ലമുഹദ്ദസീന വമുഖല്ലമീൻ വമിൻഹും ഉമർ. എൻ്റെ സമൂഹത്തിൽ ആത്മീക ജ്ഞാനം പടച്ചവൻ നേരിട്ട് കൊടുക്കുന്ന ചില ആളുകളുണ്ട്, എൻ്റെ ഉമർ അവരിൽപ്പെട്ട ആളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴേ അംർ ഇബ്നുൽ ആസ് എന്നവർ മുസ്ലിമൊക്കെ ആയി കുറേ കാലം കഴിഞ്ഞപ്പോൾ ഉമർ തങ്ങളിങ്ങനെ ചോദ്യം ചോദിച്ചു. യാ അംർ ഇബ്നുൽ ആസ്, വല്ലാഹി ഇൻ കുന്നാ ലനഉദ്ദുക മിൻ അഖലിനാ. അംർ ഇബ്നുൽ ആസ്, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമാനാണെന്ന് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിചാരിക്കാറുണ്ടായിരുന്നു. ഫമല്ലദീ അഖറക അനിൽ ഇസ്ലാം. ഇത്രമേൽ ബുദ്ധിമാനിയായിട്ട് എന്തേ അംർ ഇബ്നുൽ ആസ് പുണ്യ നബിയെ കണ്ട് ഖുർആൻ കേട്ടിട്ട് ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് മക്കയിൽ ജീവിച്ചിട്ട് 19 കൊല്ലെടുത്തില്ലേ ഇസ്ലാം സ്വീകരിക്കാൻ? എന്തേ അംർ ഇബ്നുൽ ആസ് നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ കാലതാമസം വന്നത്? അത് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. ആ മറുപടി നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായി ചേർത്ത് വെച്ചാൽ എനിക്ക് തോന്നുന്നു ശരിയാണല്ലോ പടച്ചോനെ. എന്തുകൊണ്ട് ഇസ്ലാം എതിർക്കപ്പെടുന്നു? എന്തുകൊണ്ട് ചില ആളുകൾക്ക് ഇപ്പോഴും കാര്യം ബോധ്യപ്പെടുന്നില്ല? ഉത്തരം ഇവിടെയാണ്. അംർ ഇബ്നുൽ ആസ്, ഇൻ കുന്നാ ലനഉദ്ദുക മിൻ അഖലിനാ ഫമല്ലദീ അഖറക അനിൽ ഇസ്ലാം. അറബികളിലെ ബുദ്ധിമാനിയല്ലേ നിങ്ങൾ? നിങ്ങളെപ്പോലെ ബുദ്ധിയും തൻ്റെ ഇടവും യുക്തിയുമുള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ട് 19 കൊല്ലമെടുത്തു ഹബീബിനെ മനസ്സിലാക്കാൻ? എന്തുകൊണ്ട് നിങ്ങളുടെ ഇസ്ലാം വൈകിപ്പോയി? ഇസ്ലാമിലേക്ക് നിങ്ങൾ വരാൻ എന്തുകൊണ്ട് സമയമെടുത്തു എന്ന് ചോദിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അംർ ഇബ്നുൽ ആസ് എന്നവർ പറഞ്ഞ മറുപടി വളരെ രസമാണ്. യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, ഞങ്ങളുടെ നേതാവായ അമീറുൽ മുഅ്മിനീനെ, ഇന്നാ കുന്നാ മഅ മശ്യഖത്തിൻ മിൻ ഖുറൈശ്. ഖുറൈശികളിലെ കുറച്ച് പ്രമാണിമാർ, കുറച്ച് മുതിർന്ന കാരണവന്മാർ, ഞങ്ങൾ അവരുടെ കൂടെ കൂടി. കുന്നാ നഉദ്ദുഹും അഹ്ല കമാലിൻ വഫിത്ന. അവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്നും അവരുടെ തീരുമാനം ശരിയാണെന്നും അവർക്കൊക്കെ അന്തവും വിദ്യാഭ്യാസവും ഉണ്ടെന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിപ്പോയി അമീറുൽ മുഅ്മിനീൻ. അവരിൽ അബൂജഹലുണ്ട്. അബൂജഹലിന്റെ പേരെന്താ? അബുൽ ഹക്കം എന്നാ. അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല തൻ്റെ ഇടമുള്ള മനുഷ്യനാ. തങ്ങൾ പറഞ്ഞു, അള്ളാനെ ബോധിക്കാത്തത് കൊണ്ട് അവൻ ഹക്കമല്ല, അവൻ ജഹലിൻ്റെ ആളാ. പടച്ചോനില്ല എന്ന് പറയണവന് എന്ത് ബുദ്ധി, അതുകൊണ്ട് അവൻ അബൂജഹൽ എന്ന് നബിയുടെ പേരാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആള് പേര് അംർ ഇബ്നുൽ ഹിഷാം. അബുൽ ഹക്കം നല്ല തൻ്റെ ഇടമുള്ള മനുഷ്യൻ, അയാളുടെ പേര്, അയാൾക്കുള്ള പേര് അങ്ങനെയായിരുന്നു. തങ്ങൾ അബൂജഹലാക്കിയത്. ഞങ്ങൾ വിചാരിച്ചു ഉത്ബയും ഉത്ബത്ത് ഇബ്നു റബീഅയും അതുപോലെ തന്നെ വലീദ് ഇബ്നു മുഗീറയും ഷൈബയും ഉമയ്യത്ത് ഇബ്നു ഖലഫും അബൂജഹൽ എന്ന അംർ ഇബ്നുൽ ഹിഷാമും ഈ ഖുറൈശികളുടെ പ്രമാണിമാർ, അവർക്കാണ് ബുദ്ധി, അവരെ പറഞ്ഞതാണ് ശരി, അവര് പറയുന്നതാണ് ന്യായം, അതാണ് സത്യമെന്ന് ഞങ്ങളങ്ങ് വിശ്വസിച്ചു പോയി. അമീറുൽ മുഅ്മിനീൻ ഫലമ്മാ ഹാറബൂ ഹാദൽ അംറ വഅറദൂ അൻ. ഇസ്ലാമിനെ ഇവരൊക്കെ കൂടി അറ്റാക്ക് ചെയ്തു. ഇപ്പം അങ്ങനെയല്ല, കുറേ ഡോക്ടറും ഇതൊക്കെ അപ്പുറപ്പുറമൊക്കെ പേരിന് മുമ്പിലൊക്കെ ഉള്ള കുറച്ച് ആളുകൾ ഇസ്ലാമിനെ ഇങ്ങനെ പറയാം, വേറെ ഒരു പണിയില്ല,
അവർക്ക് പണി അതാണ്. അവരതിങ്ങനെ എന്താ ചെയ്യുക, കയറൂരി വിട്ട പോലെ എന്തും വിളിച്ച് പറയാം നമ്മുടെ റസൂലിനെ, നമ്മുടെ ദീനിനെ, നമ്മുടെ ഖുർആൻ, നമ്മുടെ സംസ്കാരത്തെ. അത്രമേൽ സഹിഷ്ണുതയിലാണ് ഈ സമൂഹം ജീവിക്കുന്നത്. നമുക്ക് അവരോടൊന്നും ഒരു വിരോധം, അല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ. അവർക്ക് ബുദ്ധിയില്ലാത്ത ആളായിട്ടല്ല. പക്ഷേ അമ്രുബുൽ ആസ് തങ്ങൾ പറഞ്ഞ മറുപടി കേൾക്കണം. ഇവരെല്ലാം ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവരുടെ അഭിപ്രായം തന്നെയാണ് ശരിയെന്ന്. അവർ ബദറിലേക്ക് വന്നു, ഞങ്ങൾ വിചാരിച്ചു മുശ്രിക്കുകളുടെ പക്ഷമാണ് ശരിയെന്ന്. അവരങ്ങനെ പറയുന്നത്. അപ്പം ഞങ്ങളങ്ങ് കൂടി, ഞങ്ങൾ അന്ധമായി ഞങ്ങളുടെ നേതാക്കന്മാരങ്ങ് വിശ്വസിച്ചു. എപ്പോഴാ ബോധം തെളിഞ്ഞെന്നറിയോ? ഈ വാഗ്ദ്വാരണികളും ഗീർവാണങ്ങളും മുഴക്കാൻ അവരാരും ജീവിച്ചിരിപ്പില്ലാതെ മണ്ണിലേക്ക് മണ്ണടഞ്ഞവർ പോയപ്പോ ബദർ യുദ്ധം നടന്നു, ഉഹദ് നടന്നു. ഈ പ്രമാണിമാര് മുഴുവനും ഓരോരുത്തരായി മരണം വരിച്ചപ്പോ ഞങ്ങൾ കണ്ണു തുറന്നു. അതുവരെ വല്ലോനും പറയണത് വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നടക്കുകയായിരുന്നു. അതൊക്കെ ശരിയാണ്, അവര് പറയണതാ ശരി, ലൈക്ക് ഫോർവേഡ് ഇതൊക്കെ കൊടുത്തിങ്ങനെ നടക്കുകയായിരുന്നു. ഇവരങ്ങ് ശബ്ദം നിർത്തി, മരിച്ചുപോയി, പുതിയ പോസ്റ്റൊന്നും വരുന്നില്ല. അപ്പം അങ്ങനെ ആലോചിച്ചു, അല്ല ഈ പറഞ്ഞതാണോ ശരി, അല്ല എൻ്റെ ബുദ്ധിക്ക് ഞാൻ ബോധിക്കുന്നതാണോ ശരി? ഞങ്ങൾ കണ്ണു തുറന്നു, അമീറുൽ മുഅ്മിനീൻ ഇവരൊക്കെ മരിച്ചുപോയപ്പോൾ ഞങ്ങൾ കണ്ണു തുറന്നു. ഫഇദൽ ഹഖ്ഖു വാദിഹ്, അപ്പോഴാണ് സത്യം പകൽ വെളിച്ചം പോലെ വ്യക്തമായി ഞങ്ങളുടെ കൺമുമ്പിൽ കണ്ടത്. അന്ധമായ അനുകരണം, അന്ധമായിട്ട് എന്താണോ നമ്മുടെ ആളുകൾ വിളിച്ചു പറയുന്നത് അതന്നെ എന്ന് വിചാരിച്ച് നടന്നു. ഇവരെ കൊണ്ട് മിണ്ടാണ്ടായപ്പോൾ, മരിച്ചുപോയപ്പോൾ ഞങ്ങളൊക്കെ ആലോചിച്ചു, ഞങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യന്മാരല്ലേ, എന്തുകൊണ്ട് ഇസ്ലാം എതിർക്കപ്പെടും, എന്താ ഇസ്ലാമിനുള്ള കുഴപ്പമെന്താ? ഇത് ഞങ്ങളോടങ്ങ് ചോദിക്കാൻ തുടങ്ങി. ഫഇദൽ ഹഖ് വാദിഹ്, അപ്പൊ ബോധ്യപ്പെട്ടു സത്യം ഇത്രമേൽ സ്പഷ്ടമായിരുന്നല്ലോ പടച്ചോനെ, ഇതാണോ ഞങ്ങൾ കാണാതെ പോയത്? അതുകൊണ്ടാണ് അമീറുൽ മുഅ്മിനീൻ 19 കൊല്ലം എൻ്റെ ഈമാൻ എനിക്ക് കിട്ടാൻ സമയമെടുത്തത്. 19 കൊല്ലം നേതാക്കന്മാരും പറഞ്ഞു കിട്ടി നടക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചില്ല ഈ ദീൻ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു, എന്തുകൊണ്ട് എതിർക്കണം എന്ന് ചിന്തിക്കാൻ പോലും തോന്നിയില്ല. അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഞങ്ങളങ്ങ് അന്ധമായി ഒപ്പം കൂടി. ഇതാ സംഭവിച്ചത്. ഇതന്നെയല്ലേ ഇന്നും നടക്കുന്നത്? സുബ്ഹാനല്ലാഹ്, അത്ഭുതമുള്ളൊരു സംഭവമുണ്ട്. ഒരത്ഭുതം നടന്നു. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നൊരു കാലഘട്ടം. ഏതുവരെ? 22 കൊല്ലം എടുത്തു അബൂ സുഫിയാൻ എന്നവർക്ക് ഇസ്ലാം ബോധ്യപ്പെടാൻ. 22.5 കൊല്ലം. അതായത് തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഒരു 4 മാസം കിട്ടിയിട്ടുള്ളൂ അബൂ സുഫിയാൻ എന്നവർക്ക് സ്വഹാബിയായിട്ട് ജീവിക്കാൻ. പക്ഷെ അത് മതി, ഒരു സെക്കൻഡ് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ അള്ളാഹ് പുറത്തു കൊടുത്തു. കഴിഞ്ഞ 23.5 കൊല്ലം, 22.5 കൊല്ലം ഹബീബിനെതിരെ ചെയ്ത എല്ലാ തിന്മകളും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുത്തു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ. അബൂ സുഫിയാൻ എന്നവർ പറയണേ, കുറേ കൊല്ലം കഴിഞ്ഞപ്പോഴേ ഞാനും എൻ്റെ മുശ്രിക്കായ കൂട്ടുകാരൻ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഉമയ്യത്ത് ഇബ്നു ഖലഫിൻ്റെ മകനുണ്ട് സഫ്വാൻ ഇബ്നു ഉമയ്യ, ഞങ്ങൾ രണ്ടുപേരും ത്വായിഫിൽ നിന്നൊരു തോട്ടം നോക്കി തിരിച്ചു വരികയാണ്. ഇപ്പോൾ വയനാട് തോട്ടെടുക്കാൻ പോയി തിരിച്ചു ഒന്നും കണ്ടുപോകുന്നതൊക്കെ പറഞ്ഞ പോലെ ത്വായിഫിൽ ഒരു മുന്തിരിത്തോട്ടം നോക്കാൻ വേണ്ടി പോയി. കച്ചവടം കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ മരുഭൂമിയിലൂടെ ഇങ്ങനെ തിരിച്ചപ്പോൾ അറഫ മുസ്ദലിഫ വഴിയാണ് ഇപ്പോഴും അറഫയിൽ ത്വായിഫിലേക്കുള്ള റൂട്ട്. ആ വഴിക്ക് റൂട്ടുണ്ട് ത്വായിഫിലേക്ക്, അറഫ വഴി. ഞങ്ങൾ അറഫ മുസ്ദലിഫയുടെ അരികത്തുകൂടെ ഇങ്ങനെ നടന്നു വരിക. ആരാണ്? അബൂ സുഫിയാനും സഫ്വാൻ ഇബ്നു ഉമയ്യ. അദ്ദേഹം പിന്നെ ഇസ്ലാം സ്വീകരിച്ചു കേട്ടോ. ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറഞ്ഞ ബിലാൽ എന്ന മഹാനായ ബിലാൽ തങ്ങളെ ചുട്ടുപൊള്ളുന്ന കല്ല് ദേഹത്തെ വെച്ച് ഉപദ്രവിച്ച ആ മനുഷ്യൻ്റെ മകൻ സ്വഹാബിയാണ്. അബൂജഹലിൻ്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്.